വിവാദങ്ങളിൽപ്പെട്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടം MLA ഫോണിൽ വിളിച്ച് സംസാരിച്ചവരും ആശ്വസിച്ചവരും ഒരുപാടുണ്ടെങ്കിലും അത് തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നവരിൽ പ്രധാനിയാണ് സിനിമാ താരം കൂടിയായ കോൺഗ്രസ് നേതാവ് രമേശ് പിഷാരടി. അദ്ദേഹത്തിന് ഇത്രയേ പറയാനുള്ളൂ. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ പോലും വെറുതെ വിടാത്തവർ രാഹുലിനെയും വിടാൻ സാധ്യതയില്ല. ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഒന്നും രണ്ടും ദിവസമല്ല, 2.5 വർഷക്കാലം പല രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായി എന്നും അത് ഇപ്പോഴും നടക്കുമെന്നും രമേശ് പിഷാരടി ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ ഒരു MLAയും നേതാവും ഒക്കെയാണ് എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ആരോപണങ്ങൾ തെളിയും വരെയെങ്കിലും രാഹുലിനെ സ്ഥാനങ്ങളിൽ നിന്നും നീക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് പിഷാരടി പറയുന്നത്. അതിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്നോ അല്ലെങ്കിൽ പാർട്ടി എടുത്തു ചാടി ഒരു തീരുമാനമെടുത്തോ എന്നോ വ്യാഖ്യാനിക്കാം. പ്രതിഷേധങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകാം. വിധി വരട്ടെ എന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഒരു പരാതി പോലുമില്ലെന്നും രമേശ് പിഷാരടി ന്യായീകരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഷാഫി പറമ്പിൽ MPക്കെതിരായ വിമർശനങ്ങളും സ്വാഭാവികമാണെന്ന് അദ്ദേഹം പറയുന്നു. രാഹുലിൻ്റെ സുഹൃത്തായതിനാൽ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകും. ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും കാര്യങ്ങൾ തിരക്കിയെന്നും അദ്ദേഹം പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം MLAക്ക് കിട്ടുന്ന ഈ പിന്തുണ അദ്ദേഹം പാർട്ടിക്ക് നൽകിയ ആവേശം ഒന്നുകൊണ്ട് തന്നെയാണ്. മാങ്കൂട്ടം തെറ്റുകാരനല്ല എന്ന് ആരും പറയുന്നില്ല, എങ്കിലും ചെയ്തു പോയ ആ തെറ്റ് പരിഹരിക്കാനുള്ളതാണെന്നും അതിന് പകരം പകവീട്ടാൻ നടത്തൽ പതിയിരുന്ന് ആക്രമിക്കുന്നവരുടെ ലക്ഷ്യം മാങ്കൂട്ടം എന്ന നേതാവിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്നും മനസ്സിലായപ്പോഴാണ് എല്ലാവരും ആ MLAക്ക് പിന്തുണയുമായി വന്നത്. അത് തന്നെയാണ് പിഷാരടിയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ പിന്തുണ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിനെ കോൺഗ്രസ് നേതാക്കൾ തന്നെ സന്ദർശിക്കാനും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലേക്കുള്ളൊരു തിരിച്ചുപോക്കിൻ്റെ സാധ്യത തെളിയുന്നതും. കൂടാതെ മനസ്സിന് ധൈര്യം നൽകാനും ശബരിമല പോലെയുള്ള പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതടക്കമുള്ള ഒരു വലിയ മാറ്റത്തിൻ്റെ സൂചന തന്നെയാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ രമേശ് പിഷാരടിയെ പോലെയുള്ള ആളുകളുടെ പിന്തുണ പുറത്തു വരുമ്പോൾ അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് സൃഷ്ടിക്കുന്നത്.